ഹലോ, നമസ്കാരം. കേരളത്തിലെ ചില ഉൽപ്പന്നങ്ങൾക്ക് ഒരു പ്രത്യേക സ്റ്റാറ്റസ് കിട്ടിയിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. എല്ലാവർക്കും സ്വാഗതം. ആറന്മുള കണ്ണാടിയും മലബാർ കുരുമുളകും ഇതെങ്ങനെയാണ് കണക്റ്റ് ആവുന്നത്? ഒറ്റനോട്ടത്തിൽ ഒരു ബന്ധവുമില്ല അല്ലേ? പക്ഷേ ഇവയെ തമ്മിൽ കൂട്ടിയിണയ്ക്കുന്ന ഒരു സംഭവമുണ്ട്. അതാണ് അവയുടെ ഒറിജിനും ക്വാളിറ്റിയും ഉറപ്പു നൽകുന്ന ഒരു പ്രത്യേക മുദ്ര. ആ മുദ്രയുടെ പേരാണ് ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ്. നമ്മൾ സിമ്പിളായി GI ടാഗ് എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ലീഗൽ സീൽ ഓഫ് അപ്രൂവൽ പോലെയാണ്. ഒരു പ്രോഡക്റ്റ് ഒരു പ്രത്യേക സ്ഥലത്തിൻ്റേതാണെന്നും അതിന്റെ ക്വാളിറ്റി ആ സ്ഥലത്തിന്റെ പ്രത്യേകത കൊണ്ടാണെന്നും ഇത് ഉറപ്പു തരുന്നു. 697 ഇതൊരു ചെറിയ നമ്പറല്ല. 2025 ഒക്ടോബർ വരെയുള്ള കണക്കാണിത്. ഇന്ത്യയിലുടനീളം GI ടാഗ് കിട്ടിയ മൊത്തം പ്രോഡക്റ്റുകളുടെ എണ്ണം. നമ്മുടെ രാജ്യത്ത് എത്രത്തോളം വൈവിധ്യമുണ്ടെന്ന് ഈ ഒരൊറ്റ കണക്ക് നോക്കിയാൽ മതിയല്ലേ? അപ്പോ ഈ 697-ൽ നിന്നാണ് നമ്മൾ കേരളത്തിലേക്ക് വരുന്നത്. ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്വന്തം കേരളത്തിന്റെ നിധികളെക്കുറിച്ചാണ്. എത്രയെണ്ണമെന്നറിയാമോ? 36 എണ്ണം. ശരി, ഇതിന്റെ കുറച്ച് ബേസിക് കാര്യങ്ങൾ പെട്ടെന്നൊന്ന് നോക്കാം. ഇന്ത്യയിൽ GI ടാഗ് കൊടുക്കുന്നത് മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയാണ്. ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ചെന്നൈയിലാണ്. 1999-ലെ ഒരു നിയമം വഴിയാണ് ഇത് വന്നത്. പക്ഷേ നടപ്പിലായത് 2003-ലാണ്. ഒരു ടാഗിന്റെ വാലിഡിറ്റി 10 വർഷമാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് പുതുക്കാം. അപ്പോ നമ്മുടെ ഇന്നത്തെ യാത്രയുടെ റൂട്ട് മാപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ കേരളത്തിന്റെ കരകൗശല കൈത്തറി ലോകത്തേക്ക് പോകും. പിന്നെ നമ്മുടെ തനത് നെല്ലിനങ്ങളെക്കുറിച്ച് സംസാരിക്കും. അതിനുശേഷം നാവിൽ വെള്ളമൂറുന്ന ചില രുചികളെ പരിചയപ്പെടും. ഏറ്റവും ലേറ്റസ്റ്റായി ഈ ലിസ്റ്റിൽ വന്ന പുതിയ താരങ്ങളെയും കാണും. അവസാനം ഇതെല്ലാം ഓർത്തിരിക്കാൻ ഒരു ചെറിയ കോഡും ഞാൻ പറഞ്ഞുതരാം. റെഡിയല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മുടെ ആദ്യത്തെ സെക്ഷൻ കേരളത്തിന്റെ കരവിരുതും കലയും ഒന്നിക്കുന്ന, കൈകൊണ്ട് നിർമ്മിക്കുന്ന ആ അത്ഭുതങ്ങളെക്കുറിച്ചാണ്. ഇത് ശരിക്കും കിഡിലൻ ലിസ്റ്റാണ്. ആറന്മുല കണ്ണാടി അറിയാമല്ലോ. കേരളത്തിന് ആദ്യമായി GI ടാഗ് കിട്ടുന്നത് ഈ അത്ഭുതത്തിനാണ്, 2004-ൽ. പിന്നെ കണ്ണൂരിന്റെ പയ്യന്നൂർ പവിത്രമോതിരം. ഇനി ഒരു സംഗീതോപകരണത്തിന് ആദ്യമായി GI ടാഗ് കിട്ടുന്നത് ഏതാണെന്നറിയാമോ? അതാണ് പാലക്കാടൻ മദ്ദളം. പക്ഷെ ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നിലമ്പൂർ തേക്കാണ്. ലോകത്ത് തന്നെ ഒരു ഫോറസ്റ്റ് പ്രോഡക്റ്റിന് ആദ്യമായി GI ടാഗ് കിട്ടുന്നത് നമ്മുടെ നിലമ്പൂർ തേക്കിനാണ്. ദാറ്റ്സ് എ ഹ്യൂജ് ഡീൽ. ഇനി കേരളത്തിന്റെ കൈത്തറി പാരമ്പര്യത്തിലേക്ക് വരാം. ഈ ടേബിൾ ഒന്ന് നോക്കിക്കേ. ബാലരാമപുരം, കുത്താമ്പുള്ളി, ചേന്ദമംഗലം, ഈ മൂന്നിനും ഒരു രാജകീയ ബന്ധമുണ്ട്. പണ്ടത്തെ തിരുവിതാംകൂർ, കൊച്ചി രാജകുടുംബങ്ങളുടെയും പ്രഭുക്കന്മാരുടെയും സപ്പോർട്ടാണ് ഈ നെയ്ത്ത് കേന്ദ്രങ്ങളെ ഇത്രയും പ്രശസ്തമാക്കിയത്. കാസർകോട് സാരികളാണെങ്കിൽ അതിന്റെ നിറം മങ്ങാത്ത ക്വാളിറ്റിക്കും, തരികളുടെ നാട് എന്നറിയപ്പെടുന്ന കണ്ണൂര് അതിന്റെ എക്സ്പോർട്ട് ക്വാളിറ്റി തുണിത്തരങ്ങൾക്കുമാണ് ഫേമസ്. കരവിരുതിൽ നിന്ന് നമുക്കിനി വയലുകളിലേക്ക് പോകാം. കേരളത്തിന്റെ ഭക്ഷണത്തിന്റെയും ആരോഗ്യത്തിന്റെയും നട്ടെല്ലായ ചില പ്രത്യേക നെല്ലിനങ്ങളെക്കുറിച്ചാണ് അടുത്തതായി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇവിടെ 2 സൂപ്പർ സ്റ്റാറുകളെയാണ് നമ്മൾ കാണുന്നത്. ഒരു വശത്ത് നവര അരി, അതിന്റെ ഔഷധഗുണങ്ങൾ കാരണം എല്ലാ രോഗങ്ങൾക്കുമുള്ള അമ്മ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. മറുവശത്ത് പുക്കാളി അരി. ഇതൊരു സർവൈവറാണ്, ഉപ്പുവെള്ളത്തിൽ പോലും വളരും. എറണാകുളം, തൃശൂർ, ആലപ്പുഴ തീരപ്രദേശങ്ങളിലാണ് ഇതിന്റെ കൃഷി. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം, പൊക്കാളി കൊയ്ത്തു കഴിഞ്ഞാൽ അതേ പാടത്ത് ചെമ്മീൻ കൃഷി ചെയ്യും. ഒരടിപൊളി ഇന്റിഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം. മറ്റു നെല്ലിനങ്ങളും മോശക്കാരല്ല. പാലക്കാടൻ മട്ടയെക്കുറിച്ച് കേൾക്കാത്തവരുണ്ടാവില്ല. പാലക്കാട്ടെ ആ പ്രത്യേക മണ്ണും കാറ്റുമൊക്കെയാണ് അതിനാ പ്രത്യേക രുചി കൊടുക്കുന്നത്. അതുപോലെ കണ്ണൂരിലെ കൈപ്പാടരി. ഇത് മത്സ്യകൃഷിയുമായി ചേർന്നുള്ള ഒരു ഓർഗാനിക് രീതിയിലാണ് കൃഷി ചെയ്യുന്നത്. പിന്നെ ബിരിയാണിക്കും നെയ്ച്ചോറിനുമൊക്കെ ഒരു പ്രത്യേക മണം കൊടുക്കുന്ന വയനാടിന്റെ സ്വന്തം ജീരകശാലയും ഗന്ധകശാലയും. ഓരോന്നും ഒന്നിനൊന്നും മെച്ചം. അപ്പോൾ നെല്ലിനങ്ങളിൽ നിന്ന് നമുക്ക് കേരളത്തിന്റെ രുചികളുടെ വൈവിധ്യത്തിലേക്ക് വരാം. നമ്മുടെ കറികൾക്കും പലഹാരങ്ങൾക്കുമൊക്കെ ലോകപ്രശസ്തി നേടിക്കൊടുത്ത സുഗന്ധവ്യഞ്ജനങ്ങളും പഴങ്ങളും നമുക്ക് നോക്കാം. ഈ ലിസ്റ്റ് കാണുമ്പോഴേ വായിൽ വെള്ളമൂറും അല്ലേ? കണ്ണൂരിന്റെ കുറ്റ്യാട്ടൂർ മാങ്ങ നമ്പ്യാർ മാങ്ങ എന്നും പറയും. പൈനാപ്പിൾ റിപ്പബ്ലിക് എന്ന് തമാശയ്ക്ക് പറയുന്ന വാഴക്കുളത്തെ കൈതച്ചക്ക. പിന്നെ ക്ഷേത്രങ്ങളിലൊക്കെ കാഴ്ചക്കുലയായി സമർപ്പിക്കുന്ന തൃശൂരിന്റെ ചെങ്ങാലിക്കോടൻ നേന്ത്രൻ. ലോകത്തിലെ ഏറ്റവും ബെസ്റ്റായി കണക്കാക്കുന്ന നമ്മുടെ മലബാർ കുരുമുളകും, ഔഷധഗുണമുള്ള തിരൂർ വെറ്റിലയും, അവസാനം ഇടുക്കിയിലെ ഉയരങ്ങളിൽ വളരുന്ന കരിമ്പിൽ നിന്നെടുക്കുന്ന മറയൂർ ശർക്കര. അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്.
ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ എലൈറ്റ് ക്ലബിലേക്ക് ഏറ്റവും ലേറ്റസ്റ്റായി വന്ന മെമ്പേഴ്സിനെയാണ്. ഇത് കാണിക്കുന്നത് കേരളത്തിന്റെ പൈതൃകം ഇപ്പോഴും റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നുണ്ട്, പുതിയ പുതിയ കാര്യങ്ങൾ ഈ ലിസ്റ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ്. അടുത്തിടെ കേരളത്തിന് ഒരുപാട് GI ടാഗുകളെ കിട്ടിയിട്ടുണ്ട്. ഒരു തരംഗമായിരുന്നു എന്ന് തന്നെ പറയാം. 2021 ഇടയൂർ മുളകിനും കുറ്റ്യാട്ടൂർ മാങ്ങയ്ക്കും കിട്ടി. 2022 ഒരുമിച്ച് 5 എണ്ണത്തിനാണ് കിട്ടിയത്. അട്ടപ്പാടി ആട്ടുകൊമ്പ് അവര, ഓണാട്ടുകര് എള്ള്, കാന്തല്ലൂർ വട്ടവട വെളുത്തുള്ളി, കൊടുങ്ങല്ലൂർ പൊട്ടുവെള്ളരി, അട്ടപ്പാടി തുവര എന്നിവ ആ ലിസ്റ്റിലുണ്ട്. ഇനി നമുക്ക് 2025 പുത്തൻ താരങ്ങളെ പരിചയപ്പെടാം. 2025 വന്നവര് ശരിക്കും സ്പെഷ്യലാണ്. അതിലൊന്ന് കണ്ണാടിപ്പായ. ഇതിനൊരു ചരിത്ര പ്രാധാന്യമുണ്ട്. GI ടാഗ് കിട്ടുന്ന ആദ്യത്തെ ട്രൈബൽ ഹാൻഡിക്രാഫ്റ്റ് പ്രോഡക്റ്റാണിത്. ഇടുക്കിയിലെ ആദിവാസി വിഭാഗക്കാർ ഒരു പ്രത്യേക തരം മുള വെച്ച് നെയ്യുന്ന ഈ പായ വെളിച്ചം തട്ടുമ്പോൾ കണ്ണാടി പോലെ തിളങ്ങും. അതാണ് പേരിന് കാരണം. കൂടെ കോട്ടയം തലനാട്ടെ നല്ല മണവും ഔഷധഗുണവുമുള്ള ഗ്രാമ്പൂവിനും ഈ അംഗീകാരം കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഒരുപാട് പേരുകൾ കേട്ടു അല്ലേ? ചിലപ്പോൾ എല്ലാം കൂടി ഓർത്തിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ വിഷമിക്കണ്ട, പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു ചെറിയ ടെക്നിക് പറഞ്ഞുതരാം. 36 പേരുകൾ, സ്ഥലങ്ങൾ എല്ലാം കൂടി കേട്ട് തല കറങ്ങുന്നുണ്ടോ? സ്വാഭാവികം. പക്ഷെ നമുക്കിത് എളുപ്പമാക്കാം. ഒരു ചെറിയ കോഡ് ഉപയോഗിച്ച് ഇതെല്ലാം ഓർഗനൈസ് ചെയ്യാം. ഒരു ഉദാഹരണം നോക്കാം. തൃശ്ശൂരിലെ 4 GI പ്രോഡക്ട്സ് നമുക്കൊരു കഥ പോലെ ഓർക്കാം. ഇങ്ങനെയൊന്ന് ഓർത്തു നോക്കൂ. തൃശ്ശൂരിൽ നല്ല സ്വർണ്ണ നിറമുള്ള ചെങ്ങാലിക്കോടൻ പഴവും ജ്യൂസിയായ പൊട്ടുവെള്ളരിയും, പാലക്കാടൻ മദ്ദളത്തിന്റെ ഒരു പ്രോഗ്രാം കഴിഞ്ഞ ശേഷം അടിപൊളി കുത്താമുള്ളി പട്ടുടുത്ത് വിളമ്പി. എങ്ങനെയുണ്ട്? ചെങ്ങാലിക്കോടൻ നേന്ത്രൻ, പൊട്ടുവെള്ളരി, പാലക്കാടൻ മദ്ദളം, കുത്താമുള്ളി സാരി, 4 ഒരൊറ്റ സെന്റൻസിൽ കിട്ടിയില്ലേ? ഇതുപോലെ തന്നെ വയനാടിനും ഒരു കോഡുണ്ട്. വയനാട്ടിലെ കാറ്റിൽ നല്ല മണമുള്ള ജീരകശാല, ഗന്ധകശാല അരിയുടെ കൂടെ റോബസ്റ്റ് കാപ്പിയുടെ ഗന്ധവും നിറഞ്ഞിരുന്നു. സിമ്പിൾ. ജീരകശാല, ഗന്ധകശാല, റോബസ്റ്റ് കോഫി 3 ഒരുമിച്ചോർക്കാം. മറയൂർ ശർക്കര. ഇടുക്കിയിലെ ഉയരം കൂടിയ മരത്തിൽ കരിമ്പുണ്ടെന്ന് ഓർത്താൽ മതി. മരം മറയൂർ. അടുത്തത് ആറന്മുള കണ്ണാടി. കണ്ണാടിയിൽ നോക്കിയാൽ നമ്മുടെ ജീവിത പാത കാണാം. പാത അതായത് പത്തനംതിട്ട. സിമ്പിൾ. ഇനി കുറ്റ്യാട്ടൂർ മാങ്ങ. ആ മാങ്ങ കണ്ടപ്പോ ഒരു കുട്ടിയുടെ കണ്ണ് തള്ളിപ്പോയി. കുട്ടി കണ്ണ്. കുറ്റ്യാട്ടൂർ കണ്ണൂർ. കിട്ടിയില്ലേ? ലാസ്റ്റ് വൺ വാഴക്കുളം പൈനാപ്പിൾ. എറണാകുളം സിറ്റിയിൽ ഫ്രഷ് പൈനാപ്പിൾ കിട്ടും. എങ്ങനെയുണ്ട്? സിമ്പിളല്ലേ? PSC പരീക്ഷയുടെ കീ എന്ന് പറയുന്നത് പഠിക്കുക എന്നത് മാത്രമല്ല, കറക്റ്റ് ടൈമിൽ അത് ഓർത്തെടുക്കുക എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ പഠിച്ച ഈ കോഡുകളൊക്കെ ഒരുപക്ഷേ നിങ്ങളുടെ റാങ്ക് തന്നെ തീരുമാനിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചേക്കാം. അതുകൊണ്ട് ഇത് മാക്സിമം പ്രയോജനപ്പെടുത്തുക. അപ്പോൾ കേരളത്തിലെ GI ടാഗുകൾ നമ്മൾ സെറ്റാക്കി. ഇനി ഇന്ത്യയിലെ മുഴുവൻ GI ടാഗുകളെക്കുറിച്ചും ഇതുപോലെ സിമ്പിൾ കോഡുകൾ വെച്ച് പഠിക്കാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട, കേരള പ്രിപ്പ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കൂ. അടുത്തൊരു കിടിലൻ ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.